സർ, 4ാം വാർഷികത്തിന്റെ കേക്ക് മുറി ഒരിടത്ത് നടക്കുന്നു. അവരുടെ ആഘോഷങ്ങൾ, അതായത് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് എടുത്തെടുത്ത് പറയുന്നു. പ്രതിപക്ഷത്തിന് തന്നെ 90% മാർക്കും ഇടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വിലയിരുത്തിയാലോ? അല്ല, ഈ അവരവർക്ക് മാർക്ക് അവരവരാണ് ഇടുന്നത്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, താൻ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തൻ്റെ സുഹൃത്ത് ആരാന്ന് അന്വേഷിച്ച. അല്ലാതെ ഇപ്പം എനിക്ക് മാർക്ക് ഇടേണ്ടത് ഞാനല്ല. ഈ സ്കൂളും പരീക്ഷയൊക്കെ എന്തിനാണ്? കുട്ടികൾ തന്നെ എന്നാ ഒരു വർഷം അവിടെ ഇരുന്ന് പഠിച്ചിട്ട് കുട്ടികൾ തന്നെ മാർക്ക് ഇട്ട് കൊടുത്ത്, സാർ എനിക്ക് ഇത്ര മാർക്കുണ്ട്, 100ൽ 98 ഉണ്ട്. ഇവരെ ശിവൻകുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്നവരാണ് ഈ കോൺഗ്രസ്സുകാരന്മാർ. ശിവൻകുട്ടിയുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിയുടെ സ്കൂളിലെ വിജയ ശതമാനം 99.89% അല്ലേ? ബാക്കിയുള്ളവർ അടുത്ത ഉടനെ തന്നെ ജയിച്ച് കയറുകയും ചെയ്യും. അതുവഴി പരീക്ഷാ സമയത്ത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് മഴ പെയ്തപ്പോൾ എങ്ങാണ്ടോ ആ സ്കൂളിൻ്റെ തിണ്ണലോട്ട് ഓടിക്കയറുവർ വരെ അവർക്കും ഉണ്ട് A+. MA ബേബി ഇരിക്കുന്ന കാലത്താണ് കുട്ടികൾക്കൊക്കെ എന്തെഴുതിയാലും മാർക്ക്. MA ബേബിക്ക് MA ബോബി എന്ന് എഴുതിയാലും മാർക്ക് കൊടുത്തോളാൻ പറയും. അതാണ് ഇതിപ്പോൾ ഇവർ മാർക്ക് ഇട്ടിരിക്കുന്നത്. നാണമില്ല ഈ സണ്ണി ജോസഫിന്? ഉളുപ്പില്ലേ? ഒരു MLA അല്ലേ? അദ്ദേഹം പറയുകയാണ് പ്രതിപക്ഷത്തിന് 90 മാർക്ക്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ബാക്കി 10 മാർക്കോ? അത് പിണറായിയുടെ 5ാം വർഷത്തിൽ ബാക്കി 10 മാർക്ക് കൂടെ കൊടുക്കുമെന്ന്. ഒരുതരം സാക്ഷര കേരളത്തിനെ അപമാനിക്കുന്ന കുറെ പുങ്കവന്മാരാണ് ഈ കോൺഗ്രസ്. അല്ല, ഇത് പറഞ്ഞു വരുമ്പോൾ ഇവര് 90% മാർക്ക് ഇടുമ്പോഴും പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ എന്താണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ സമരം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സമരമെങ്കിലും സാറിന്റെ മനസ്സിലുണ്ടോ? അവര് നേടിയെടുത്തിട്ടുള്ള എന്താ ചെയ്തിട്ടുള്ളത്? കുറെ ഇപ്പം ചെറുപ്പക്കാരുണ്ട്, രാഹുൽ പ്ലാങ്കൂട്ടോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ, ചാനൽ ചർച്ചകളിൽ പോയിരുന്നു കുരയ്ക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. ഇതുപോലെ CPM-നകത്തുമുണ്ട്. DYFIയുടെ ആഗോള നേതാവായ AA റഹീം കുരയ്ക്കാൻ മാത്രം കൊള്ളാം അല്ലേ? പിന്നെ ഒരു ചൊല്ലുണ്ടല്ലോ, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞാൽ കുരയ്ക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ് അവര്. നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തൊക്കെ സോളാർ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ താഴേക്കിറക്കിയതും കാര്യങ്ങളും ഇതേ CPM ആയിരുന്നു അന്ന് ഇദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടിയതും. പക്ഷെ അന്ന് പ്രതിപക്ഷത്ത് ഇതേ LDF, അതായത് CPM പ്രതിപക്ഷത്ത് വന്നപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഓരോ കാര്യത്തിനും വിമർശനങ്ങൾ ഉന്നയിച്ച് അതവർ സാധിച്ചെടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ ഒരു തണുത്ത പ്രതികരണമാണ് നിലവിലുള്ള കോൺഗ്രസ് എന്ന പ്രതിപക്ഷം കാണിച്ചത്. അവര് എത്രയോ വിഷയങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം ഉണ്ടായിരുന്നു, പിന്നെ എന്തുവാ ഇപ്പൊ ആശാ വർക്കേഴ്സിനെ ഉണ്ടായിരുന്നു, ക്ഷേമ പെൻഷൻ ഉണ്ടായിരുന്നു, മുനമ്പം വിഷയമുണ്ട്, വഖഫ് ഉണ്ട്, നിരവധി വിഷയങ്ങൾ LDF സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഗുലുമാലുകളും ഓരോന്നും എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് ചർച്ച ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യത്തെ ഈ പറഞ്ഞോണം നമ്മൾ സഭ കൂടുമ്പോൾ അതിനകത്ത് കയറി VD സതീശൻ കുറച്ച് ഷൗട്ട് ചെയ്യുന്നതല്ലാതെ നമ്മൾ മറ്റൊന്നും കാണുന്നില്ല അല്ലേ? അതായത് 2021 മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ, അതായത് പിണറായി വിജയൻ 2ാമത് അധികാരത്തിൽ വന്ന നാൾ മുതൽ നോക്കിയാൽ, പിണറായിയും കുടുംബവും പാർട്ടിയും പലതരത്തിൽ പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേട്ട് പ്രതിസന്ധിയിൽ അകപ്പെട്ട് നിൽക്കുകയാണ്. അത് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നത് ഒരു ഭാഗം. പിന്നെ ജനകീയ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മാത്രം മതി സാധാരണക്കാരനെ എന്നും പ്രതിപക്ഷത്തേക്ക് ചേർത്ത് നിർത്തി അവരോടൊപ്പം കോൺഗ്രസ്സുകാരിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, പിന്നീട് ഈ സപ്ലൈകോയിൽ സബ്സിഡിയുള്ള സാധനങ്ങൾ ഇല്ല. ഇത് ഞാൻ എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുണ്ട്. കാരണം അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ളവരാണ്. 13 ഇനം സാധനങ്ങൾക്കാണ് സബ്സിഡി ഉള്ളത്. അത് സപ്ലൈകോയിൽ ലഭ്യമല്ല. പിന്നെ ക്ഷേമ പെൻഷൻ, ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 100 ഉലുവയെ മാത്രമേ കൂട്ടിക്കൊടുത്തിട്ടുള്ളൂ. ഇത് 2500 രൂപ വരെ എത്തിക്കുമെന്ന് പറഞ്ഞവരാണ് ഈ ഇടതുപക്ഷം. കൂട്ടിക്കൊടുത്തിട്ടില്ല. ഇപ്പോൾ കുടിശ്ശികയുമുണ്ട്. ഇപ്പൊ കുടിശ്ശിക സഹിതം ഇപ്പോൾ കൂട്ടിക്കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുക്കും.
കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് ആ വരും. പിന്നെ കോൺഗ്രസ് ഉണ്ണാക്കന്മാരെ പോലെ അല്ല CPM-കാര്. അവർക്ക് തന്ത്രം അറിയാം, കുതന്ത്രം അറിയാം. പിണറായി വിജയൻ നല്ല അണ്ടർഗ്രൗണ്ട് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അറിയാമോ? ഈ കോൺഗ്രസ്സുകാരന്മാർക്ക് എന്തറിയാം? ഇവന്മാർക്ക് സ്വന്തം ഇല്ലം തീ വെച്ച് നടക്കാനേ അറിയത്തുള്ളൂ പക്ഷെ എന്നുള്ളതാണ്. ഇതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നത് അത്രയും ജനങ്ങളാണ്. ജനങ്ങൾക്ക് ഇപ്പൊ ക്ഷേമ പെൻഷൻ കിട്ടാനുള്ളവർക്ക് ഇപ്പൊ അവസാനം ഈ ഒരു ഘട്ടത്തിലേക്ക് ക്ഷേമ പെൻഷൻ വരുന്നു. അപ്പോഴേക്കും നേരെ പിണറായി പൂജ ഈ ജനങ്ങളുടെ ഇടയിൽ തന്നെ വരുന്നുണ്ട്. നമുക്കറിയാം കോവിഡ് സമയത്ത് കിറ്റ് വിതരണത്തോടെ ജനങ്ങളെല്ലാം എന്താ പറയാ LDF സർക്കാരിന് കൂടുതൽ പിന്തുണ, ഈ പറയുന്ന ഞാൻ പോലും എന്ന് പറയും, ഞാനും LDF സർക്കാരിന് പിന്തുണ നൽകിയിരുന്നു. അപ്പം കാരണം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അവർക്കറിയാം അതിന്റെ നാക്ക് എങ്ങനെ ജനങ്ങളെ ക്യാമ്പയിൻ ചെയ്ത് എങ്ങനെ പിടിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ആ ഒരു വിഭാഗം കുറെ ആൾക്കാർ അതിനായി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു പ്രശ്നം അവിടെ എന്താ പറയുന്നത്, അവര് ഒരു പൂർണ്ണമായും അത് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നീട് അടുത്തത് വരുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആശാ വർക്കേഴ്സിന്റെയാണ്. അത് ഇന്നലെയും മുഖ്യമന്ത്രി പറയുന്നിട്ട് അത് ഒരു കാലത്തും സമ്മതിച്ചില്ല, അവർക്ക് അവരുടെ സമരമായിട്ട് പോകാമെന്ന്. പക്ഷെ അവിടെയും നമുക്കൊരു പ്രശ്നമുണ്ട്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ആശാ വർക്കേഴ്സ് ആയിരുന്നു ആ ഒരു സമയത്ത് ഏറ്റവും മുന്നണി പോരാളികളായിട്ട് നിന്നിരുന്നത്. നമുക്കറിയാം അവരില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ കോവിഡ് എന്തുമാത്രം അതിരൂക്ഷമായിരുന്നു. അവരുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇതിനായിട്ട്. പക്ഷെ അവരെ പോലും പല കാര്യങ്ങളും നമ്മുടെ ഹെൽത്ത് മേഖല, ആരോഗ്യ മേഖല ഏറ്റവും കൈവരിച്ചിരിക്കുന്നു, സംസ്ഥാന ആദ്യ ഇതിൽ നിൽക്കുവാണ് എന്നൊക്കെ ഇവർ ഘോരഘോരം പറയുമ്പോൾ ഒരു വിഭാഗം ഈ ആശാ വർക്കേഴ്സിന്റെ കൈകളാണ് അതിന് ഏറ്റവും വലിയ മികച്ചത്. അല്ലാതെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം ഇത്രയും അവരെ പോലും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ ഇതൊക്കെ മുൻനിർത്തി പ്രതിപക്ഷത്തിന് എപ്പോഴേ ഒരു ഇതുണ്ടാക്കാമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ തീർപ്പാക്കാമായിരുന്നു. ഒരു പക്ഷേ സഭയിൽ ഞാൻ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് പ്രതിപക്ഷം ഇങ്ങനെ സംസാരിക്കുന്നു എന്നല്ലാതെ അവരെ ഒന്നും മൈൻഡ് പോലും, സ്പീക്കറിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒരു ഏകാധിപത്യ രീതിയിലോട്ടാണ് പോകുന്നത്. കോൺഗ്രസിനെ മൊത്തത്തെ ഇങ്ങ് അടിച്ച് അമർത്തിയിടുന്ന രീതിയിലാണ് മൊത്തത്തിൽ പൊതുവേ കാണുമ്പോൾ. ഒരു സമര രീതി പോയാലും ഇതേപോലെ സഭയിൽ ഉന്നയിച്ചാലും മറ്റുള്ള രീതിയിൽ പറഞ്ഞാലും വാർത്താ മാധ്യമങ്ങളിൽ പറഞ്ഞാലും എല്ലാം CPM-ന് അനുകൂലമായിട്ടാണ് പിന്നീട് അത് വരുന്നത്. ഈ വിഷയങ്ങളൊന്നും പുറം ലോകം കാണാത്ത രീതിയിൽ CPM അങ്ങ് ഉറപ്പിക്കുന്ന തരത്തിൽ, ഒതുക്കുന്ന തരത്തിലാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പം ദേശീയപാത വികസനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം മുഹമ്മദ് റിയാസ് വീഡിയോ ഇതൊക്കെ എഴുതി, നമുക്കറിയാലോ റോഡിൻ്റെയൊക്കെ മറ്റേ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ചെയ്ത് ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പുള്ളിയുടെ ഫേസ്ബുക്കിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ദേശീയപാത ഞങ്ങൾ നിർമ്മിച്ചതാണെന്നൊക്കെ പറഞ്ഞു പലർക്കും അന്ന് ബൈറ്റൊക്കെ കൊടുക്കുകയും കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം ഒരിടത്ത് മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ്, സാറിന് കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ന്യൂസുകൾ, ഇടിഞ്ഞു പൊളിഞ്ഞു മൊത്തത്തിൽ താറുമാറായി കിടപ്പുണ്ട്. അപ്പം ഇപ്പം അത് നിതിൻ ഗഡ്കരി പണിതതാണ്, അതിന് മുമ്പ് വരെ ഞങ്ങൾ പണിതതാണെന്നുള്ളത്. അപ്പം വിഴിഞ്ഞം പോർട്ടിന്റെയും ഇതേപോലെ അതിന്റെ അവകാശവും ഇത് പറഞ്ഞോണം LDF സർക്കാർ അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. അത് പിന്നെ മോദി വന്നതോടെ കുറച്ചെങ്കിലും എന്താ പറഞ്ഞ അതിൽ നിന്ന് ഒരു ഇതുണ്ടായി. മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിന്റെ തുടക്കം ഇട്ടതെന്നുള്ള ജനങ്ങൾക്കൊരു മൂള അതിലും വന്നു. പക്ഷെ അവർ ഈ ഉന്നയിക്കുന്ന അവര് ചെയ്തു എന്ന് പറഞ്ഞ പല കാര്യങ്ങളും 8 നിലയിൽ പൊട്ടുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി കോൺഗ്രസിന് ഒരുപക്ഷെ കുറച്ചുകൂടി ഇതൊക്കെ ആയുധമാക്കി എടുത്ത് അവർക്ക് പോരാടാമായിരുന്നു. പക്ഷെ അവര് വെറും അത് തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രി പോലും പറഞ്ഞത്, പ്രതിപക്ഷം പോലും മിണ്ടാതിരിക്കണമെങ്കിൽ, വായടച്ചിരിക്കണമെങ്കിൽ ഞങ്ങളുടെ നേട്ടമാണെന്ന്. പ്രതിപക്ഷത്തിന്റെ വായടപ്പല്ലേ ഇവരെ ഉയർത്തുന്നത്. ഒരുപക്ഷെ BJP ഇതിനൊക്കെ ഉത്തരവാദിത്വമല്ലേ? അവരും ഈ സ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മുടെ കേരളത്തിൽ നിലകൊള്ളുമ്പോൾ അവർക്കെങ്കിലും ഇതൊക്കെ എടുത്തൊന്ന് അലക്കി തേച്ചുവിടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കോൺഗ്രസ് അവസരത്തിനൊത്ത് ഉയരുന്നില്ല എന്നുള്ളതാണ്. ജനകീയ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് CPM-കാർ ഇങ്ങനെ മുതലെടുത്ത് പോകുന്നത്. അവസാനം ഇവർക്ക് തന്നെ മാർക്കിട്ട് സ്വയം സംതൃപ്തി. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, സാർ പറ, ഇപ്പൊ LDF സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷമാണ്, 2ാം തരംഗമാണ് അവരുടെ. സാർ എത്ര മാർക്ക് ഇടും അവർക്ക്? LDF സർക്കാരിന് അങ്ങനെ മാർക്കിടാൻ തക്കവണ്ണം ഒന്നും ആയിട്ടില്ല. അങ്ങനെ മാർക്കിടാൻ പറ്റത്തില്ല. അവർ പാസ് മാർക്ക് പോലും കടക്കത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം അതിലും താന്നു കിടക്കുക. അവർക്ക് ഇനി എത്ര പ്രാവശ്യം ഇനി റിപ്പീറ്റ് ചെയ്താൽ പോലും അവർ ജയിച്ചു കയറാൻ വലിയ പ്രയാസമാണ്. മണ്ടൂസുകളാണ് അങ്ങനെ ആയിത്തീർന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ 2 ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഏകദേശം നമ്മുടെ കേരളം കുട്ടിച്ചോറാക്കി എന്നാണോ ഇപ്പോഴാണ് മനസ്സിലാക്കി. CPM-കാർ ഭരണകാലത്ത് നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. 2016 വരുമ്പോൾ അതെ, ആദ്യത്തെ ഒരു പിണറായി സർക്കാർ അവര് കുറെ നാളിന് ശേഷമാണ് കയറി വന്നത്. അപ്പൊ അന്ന് ഒരു എന്തൊക്കെയോ അവര് ചെയ്യാനുള്ള ഒരു വ്യഗ്രതയുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ കൈയിട്ട് വാരലും
ഈ പറഞ്ഞോണം സ്വന്തം കുടുംബം പരിപാലനവും ഒക്കെ ആയിട്ട് അവർ സത്യം ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ജനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, നമുക്കറിയാം CPI ഉദ്യോഗാർത്ഥികളുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ഒരു പക്ഷേ LDF സർക്കാരിനെ വല്ലാണ്ട് പിന്തുടർന്നിട്ടുണ്ട്. അതിലോട്ടൊന്നും ഇറങ്ങാൻ LDFന് സാധിച്ചില്ല. അതായിരിക്കും ഒരു പക്ഷേ ജനങ്ങൾക്ക് ഇത്രയധികം അവരുടെ പിന്നെ അവർക്ക് ഇങ്ങനെ മാർക്കിട്ട് തൃപ്തി അടയുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ.